സദസ്സിലുള്ള സഹോദരി സഹോദരന്മാരെ, നമസ്കാരം. വിശ്വസംവാദ കേന്ദ്രം രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിൻ്റെ ഒരു മാധ്യമ വിഭാഗമാണ്. അഖില ഭാരതീയ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ്. കേരളത്തിലും സജീവമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. കുറച്ചു കാലങ്ങളായി നാരദ ജയന്തിയോടനുബന്ധിച്ച് മാധ്യമ പുരസ്കാരങ്ങൾ നൽകുന്ന ഒരു പതിവ് വിശ്വസംവാദ കേന്ദ്രത്തിനുണ്ട്. ഒരു ജില്ലയിൽ തുടങ്ങി ഇന്ന് അനേകം ജില്ലകളിൽ വിശ്വസംവാദ കേന്ദ്രം ഇത്തരം പരിപാടികൾ സംഘടിപ്പിക്കുന്നു. വ്യാവസായികമായും സാംസ്കാരികമായും ഭാഷാപരമായുമൊക്കെ വലിയ ഔന്നത്യത്തിൽ നിൽക്കുന്ന ഈ കോട്ടയം നഗരത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സംരംഭം ഇവിടെ അരങ്ങേറുന്നത്. തികച്ചും സ്വാഗതാർഹമായ ഒരു കാര്യമാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം അത് വ്യക്തിപരമായും വളരെ ധന്യമായ ഒരു നിമിഷമായി ഞാൻ കരുതുന്നു. മറ്റൊന്നുകൊണ്ടുമല്ല, തോമസ് ജേക്കബ് സാറിനെ പോലുള്ള ഈ മാധ്യമരംഗത്തെ കുലപതിയെ ആദരിക്കാൻ വിശ്വസംവാദ കേന്ദ്രം തീരുമാനിക്കുകയും ആ സൗഭാഗ്യം എൻ്റെ അടുത്ത് വരികയും ചെയ്തു എന്നുള്ളത് ഒരു ഈശ്വര നിയോഗമായി ഞാൻ കരുതുന്നു. ഞാൻ മാധ്യമരംഗത്ത് പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ട് 50 വർഷങ്ങൾ കഴിഞ്ഞു. ഒരു അരനൂറ്റാണ്ട് കാലം പത്രപ്രവർത്തന രംഗത്ത് പ്രവർത്തിച്ച ഒരു പരിചയവുമായാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. മറ്റൊരു കാര്യം കൂടിയുള്ളത്, നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു. കുനിയാൻ പറഞ്ഞപ്പോൾ മുട്ടിലിഴഞ്ഞ മാധ്യമ പ്രവർത്തകരുള്ള ഈ ഭാരതത്തിൽ അടിയന്തരാവസ്ഥയുടെ കാലഘട്ടത്തിൽ മുട്ടിലിഴഞ്ഞില്ല എന്ന് മാത്രമല്ല, ലോക സംഘർഷ സമിതിയുടെ ആഹ്വാനപ്രകാരം മാധ്യമ സ്വാതന്ത്ര്യം ഉൾപ്പെടെ ഉള്ള സ്വാതന്ത്ര്യങ്ങളും ഹനിച്ച അടിയന്തരാവസ്ഥയുടെ കാലഘട്ടത്തിൽ അതിനെതിരെ ചെറുത്തുനിൽപ്പ് സംഘടിപ്പിച്ച ഒരു മാധ്യമ പ്രവർത്തകൻ എന്ന നിലയിൽ അടിയന്തരാവസ്ഥയുടെ അരനൂറ്റാണ്ട് പൂർത്തിയാക്കുന്ന 2025 ജൂൺ 25 അരനൂറ്റാണ്ട് പൂർത്തിയാക്കുകയാണ്. ആ അരനൂറ്റാണ്ട് പൂർത്തിയാക്കുമ്പോൾ നമ്മുടെ സ്വാതന്ത്ര്യങ്ങൾ തിരിച്ച് നേടാൻ വേണ്ടി പ്രവർത്തിക്കാൻ മാധ്യമ പ്രവർത്തന രംഗത്ത് ഒരു തുടക്കക്കാരൻ എന്ന നിലയിൽ ഉള്ള കാലഘട്ടത്തിൽ പോലും അതിന് സാധിച്ചു എന്നുള്ളത് ഒരു ഈശ്വര നിയോഗമായി തന്നെ ഞാൻ കണക്കാക്കുന്നു. അത് വളരെ അഭിമാനപൂർവം ഞാൻ മനസ്സിൽ കൊണ്ടു നടക്കുന്നു. ഇന്നും സജീവമായി മാധ്യമരംഗത്ത് നിൽക്കാൻ കഴിയുന്നു എന്നുള്ളതും ഒരു സൗഭാഗ്യമാണ്. ഇത് മാത്രമല്ല, അടിയന്തരാവസ്ഥയിൽ മാധ്യമങ്ങൾക്ക് കൂച്ചുവിലങ്ങിട്ട കാലഘട്ടത്തിൽ പ്രസിദ്ധീകരിക്കാൻ സാധ്യമല്ലാത്ത അനേകം വാർത്തകൾ ഹൃദയങ്ങളിലേക്ക്, ജനങ്ങളുടെ അടുത്തേക്ക് എത്തിക്കുന്നതിന് വേണ്ടി ഒരുപാട് അണ്ടർഗ്രൗണ്ട് ലിറ്ററേച്ചറുകൾ അന്ന് ഇറങ്ങുന്നുണ്ടായിരുന്നു. കേരളത്തിൽ നിന്ന് അനേകം ഇത്തരത്തിലുള്ള പ്രസിദ്ധീകരണങ്ങൾ ഉണ്ടായിരുന്നു. രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിൻ്റെ നേതൃത്വത്തിൽ ലോക സംഘർഷ സമിതിയിലൂടെ അന്ന് ഇറങ്ങിയ സുപ്രധാനമായ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രസിദ്ധീകരണം കുരുക്ഷേത്രമായിരുന്നു. AKGയുടെ അറസ്റ്റ്
ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ മാർക്സിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകർ പോലും അറിഞ്ഞത് കുരുക്ഷേത്രത്തിൽ കൂടെയായിരുന്നു എന്ന് ഓർക്കുമ്പോൾ അതിൻ്റെ വ്യാപ്തി നമുക്കറിയാം. അങ്ങനെ ആ അണ്ടർഗ്രൗണ്ട് ലിറ്ററേച്ചർ 13ാമത്തെ ലക്കം മുതൽ അവസാനിക്കുന്നത് വരെ എഡിറ്റ് ചെയ്യാനുള്ള ഒരു സൗഭാഗ്യവും എനിക്ക് ഉണ്ടായി. എൻ്റെ പത്രപ്രവർത്തന ജീവിതത്തിൽ വളരെ ചെറിയ കാലത്ത് ആരംഭദശയിൽ ഇങ്ങനെയുള്ള രണ്ട് ഈ നമ്മുടെ സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട്, മാധ്യമ സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കാൻ സാധിച്ചു എന്നുള്ളത് ഈ പുരസ്കാരവേളയിൽ അഭിമാനത്തോടു കൂടി ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. ഇന്നും നമുക്കറിയാം ഈ മേഖലയിൽ ഒരുപാട് ചതിക്കുഴികളുണ്ട്. പത്രസ്വാതന്ത്ര്യമുണ്ട്, മാധ്യമ സ്വാതന്ത്ര്യമുണ്ട്. മാധ്യമ സ്വാതന്ത്ര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ത്യൻ പ്രധാനമന്ത്രിയെയും പ്രസിഡന്റിനെയും വരെ ദിവസേന പുലഭ്യം പറയുന്ന മാധ്യമങ്ങളുള്ള കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ മാധ്യമ സ്വാതന്ത്ര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ മാധ്യമ സ്വാതന്ത്ര്യം ആഘോഷിക്കുന്നത്. അടിയന്തരാവസ്ഥയുമായി താരതമ്യപ്പെടുത്താൻ കഴിയാത്ത ഒരു കാലമാണ് ഇന്ന് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. പക്ഷെ പലപ്പോഴും അടിയന്തരാവസ്ഥയുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ സംസാരിക്കാറുള്ളത്. ഞാനൊരാമുഖമായി ഇത്രയും പറഞ്ഞു എന്നേ ഉള്ളൂ. എൻ്റെ വിഷയം നാരദ ജയന്തിയുമായി ബന്ധപ്പെട്ടതാണ്. എങ്ങനെയാണ് നാരദൻ ഈ പത്രപ്രവർത്തകനാകുന്നത് എന്നുള്ളത് വളരെ വിചിത്രമായി പലർക്കും തോന്നാം. ഈ നാരദനെ പറ്റി രാഷ്ട്രീയ സ്വയം സേവക സംഘം ചില ബിംബങ്ങൾ എടുത്ത് കൊണ്ടുവരുന്നത് ഇന്ത്യയെ പുറകോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് എന്ന് ആരോപിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. പക്ഷേ ഈ നാരദൻ ആരാണ് എന്നറിയുമ്പോഴാണ് അദ്ദേഹത്തിൻ്റെ മഹത്വത്തെക്കുറിച്ച് അറിയുന്നത്. നാരദനെ കുറിച്ച് സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാൻ തന്നെ ഭഗവത്ഗീതയിൽ പറഞ്ഞിരിക്കുന്നത് ദേവർഷികളിൽ വെച്ച് ഞാൻ നാരദനാണ് എന്നാണ്. ആലോചിച്ച് നോക്കുക, ശ്രീകൃഷ്ണൻ നാരദനെ കുറിച്ച് പറഞ്ഞിട്ടുള്ള ഒരു വരിയാണ് ഞാൻ പറയുന്നത്. നമ്മൾ സിനിമകളിലും നാടകങ്ങളിലും ചിത്രങ്ങളിലുമൊക്കെ വളരെ പരിഹാസ്യപാത്രമായി അവതരിപ്പിക്കാറുള്ള ഈ നാരദൻ ഒരുപക്ഷെ ഒരു വിദൂഷകനെ പോലെ ഒക്കെ നമ്മൾ കാണുന്ന ഈ നാരദൻ അങ്ങനെയുള്ള ആളല്ല. നരനെ ധർമ്മം പഠിപ്പിക്കുന്ന ആളാണ് നാരദൻ. ധർമ്മം എന്ന് കേട്ടാൽ ചുവപ്പ് കൊണ്ട കാളയെ പോലെ വിരളി പിടിക്കുന്ന ആളുകളുണ്ട്. സനാതനധർമ്മം എന്ന് കേൾക്കുമ്പോൾ അതിനേക്കാൾ കൂടുതൽ വിരളി പിടിക്കുന്ന ആളുകളുണ്ട്. പക്ഷേ ധർമ്മത്തിൻ്റെ ആധാരത്തിലല്ലാതെ ഈ പ്രപഞ്ചത്തിന് നിലനിൽക്കാനൊക്കുകയില്ല എന്നുള്ളത് ഒരു സത്യമാണ്. ധർമ്മം എന്നുള്ളത് നമ്മൾ വളരെ ലളിതമായി പറഞ്ഞ ധർമ്മം കൊടുക്കുക, ഭിക്ഷ കൊടുക്കുക എന്നൊക്കെ പറഞ്ഞ രീതിയിലാണ് നമ്മൾ പരിഗണിക്കുന്നത്. അങ്ങനെയല്ല. ഈ പ്രപഞ്ചത്തെ നിലനിർത്തുന്നത് എന്താണോ അതാണ് ധർമ്മം. ധാരണേതി ധർമ്മ എന്നാണ് അതേക്കുറിച്ച് പറയുന്നത്. ഈ പ്രപഞ്ചത്തെ നിലനിർത്താൻ എന്താണോ അത്യാവശ്യമായിട്ടുള്ളത് അതാണ് ധർമ്മം. അഗ്നിയുടെ ധർമ്മം എരിക്കുക എന്നുള്ളതാണ്. അത് കേരള അസംബ്ലി പ്രതിപക്ഷവും ഭരണകക്ഷിയും കൂടെ ചേർന്ന് പ്രമേയം പാസ്സാക്കിയിട്ട് നാളെ മുതൽ അത് തണുപ്പിക്കുക എന്നുള്ളതാണ് എന്ന് പ്രമേയം പാസ്സാക്കിയത് കൊണ്ടൊന്നും അഗ്നിയുടെ ധർമ്മം എരിക്കുക എന്നുള്ളതിൽ നിന്ന് മാറാൻ പോകുന്നില്ല. സനാതനധർമ്മത്തിനെതിരെ നമ്മൾ വാളെടുത്തത് കൊണ്ടൊന്നും കാര്യമില്ല. ഈ പ്രപഞ്ചം നിലനിൽക്കുന്നത് ഈ സനാതന ധർമ്മത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഏത് പേര് വിളിച്ചാലും ധർമ്മ അർത്ഥ കാമ മോക്ഷങ്ങൾ കൊണ്ടാണ് ഒരു മനുഷ്യ ജീവിതം, ഒരു സമൂഹ ജീവിതം, ഒരു രാഷ്ട്ര ജീവിതം കരുപിടിപ്പിക്കുന്നത്. ഈ നാലിൻ്റെയും കൂടെ ചേർന്ന ഒരു ബാലൻസിങ് ആക്റ്റാണ് നമ്മുടെ ഒരു
സമാജ ജീവിതം എന്നുള്ളത്, രാഷ്ട്ര ജീവിതം എന്നുള്ളത്. അങ്ങനെയുള്ളപ്പോൾ ഈ ധർമ്മത്തെ കാത്തു സൂക്ഷിക്കുക എന്നുള്ളത് വളരെ പരമപ്രധാനമായിട്ടുള്ള കാര്യമാണ്. നാരദൻ ചെയ്തതും അതാണ്. നാരദൻ എവിടെ നിൽക്കുന്നു? ധർമ്മത്തിൻ്റെ പക്ഷത്ത് നിൽക്കുന്നു എന്നുള്ളതാണ്. ഇത് എത്രയോ ഉദാഹരണങ്ങളുണ്ട്. നമുക്ക് എത്ര വേണമെങ്കിലും ഈ നാരദനെ കുറിച്ചിട്ട് നമുക്ക് സംസാരിക്കാൻ സാധിക്കും. ത്രിലോകങ്ങളിലും കടന്നു ചെല്ലാൻ സ്വാതന്ത്ര്യമുണ്ടായിരുന്ന ഒരാൾ, ദേവന്മാർക്കും അസുരന്മാർക്കും യക്ഷ ഗന്ധർവ കിന്നരന്മാർക്കും മനുഷ്യർക്കും എല്ലാവർക്കും ഒരേപോലെ സ്വീകാര്യനായ ഒരാൾ. എവിടെ പോകുമ്പോഴും ആളുകൾ ആദ്യം കുശലം ചോദിക്കുന്നത് പോലെ എന്തുണ്ട് നാരദ എന്ന് ചോദിക്കുമ്പോൾ നാരദരുടെ വിശേഷമല്ല, നാരദൻ വരുന്ന ഏത് ഭാഗത്തു നിന്നാണോ വരുന്നത് അവിടുത്തെ വാർത്ത എന്താണ് എന്നാണ് ചോദിക്കുന്നത്. ദേവലോകത്ത് നിന്ന് ഭൂമിയിലേക്ക് വരുമ്പോൾ ഇവിടെ ചോദിക്കുമ്പോൾ ദേവലോകത്തെ വിശേഷങ്ങൾ ചോദിക്കും. അങ്ങനെ കൃത്യമായി ഈ 3 ലോകങ്ങളിലും സഞ്ചരിക്കുകയും വാർത്തകൾ ശേഖരിക്കുകയും ശേഖരിച്ച വാർത്തകൾ ആർക്കൊക്കെയാണോ ആവശ്യം അവർക്കൊക്കെ കൊടുക്കുകയും ചെയ്യുന്ന ഒരു ആദ്യകാല ഫ്രീലാൻസ് ജേർണലിസ്റ്റ് ആയിരുന്നു ഈ നാരദൻ എന്നുള്ളത് നമ്മൾ മറന്നു പോകരുത്. അവിടെ നാരദനൊരു പ്രത്യേകതയുണ്ട്. സർവസമ്മതനായിരുന്നു. അത് ദേവന്മാർക്കും സമ്മതനാണ്, അസുരന്മാർക്കും സമ്മതനാണ്. എന്തുകൊണ്ടാണ്? നാരദന് വ്യക്തിപരമായ ഇഷ്ടാനിഷ്ടങ്ങൾ ഉണ്ടായിരുന്നില്ല, താല്പര്യങ്ങൾ ഉണ്ടായിരുന്നില്ല, സ്വാർത്ഥത ലവലേശമുണ്ടായിരുന്നില്ല. സത്യത്തിനും ധർമ്മത്തിനും നീതിക്കും പ്രായോഗിക രൂപം കൊണ്ട ആളായിരുന്നു ഈ നാരദൻ. നാരദനെ അവതരിപ്പിക്കുന്ന സമയത്ത് വ്യാസൻ 30-ലധികം വിശേഷണങ്ങൾ ചേർത്തിട്ടാണ് നാരദനെ ഈ കൗരവ പാണ്ഡവ സഭയിൽ അവതരിപ്പിക്കുന്നത്. എന്തെല്ലാം കഴിവുകളാണ് അദ്ദേഹത്തിനുണ്ടായിരുന്നത്. സനത് കുമാരൻ്റെ അടുത്ത് വിദ്യ അദ്ദേഹം സനത് കുമാരൻ്റെ ശിഷ്യനാകാൻ വേണ്ടി അവിടെ ചെന്നപ്പോൾ സനത് കുമാരൻ ചോദിച്ചു, അങ്ങ് എന്തൊക്കെ അങ്ങക്ക് അറിയാം? വേദങ്ങൾ അറിയാം, ഉപനിഷത്തുകൾ അറിയാം, പുരാണങ്ങൾ അറിയാം, ഇതിഹാസങ്ങൾ അറിയാം, പ്രപഞ്ചത്തിലെ മിക്കവാറും വിദ്യകളെല്ലാം അദ്ദേഹത്തിന് അറിയാം. അതെല്ലാം അദ്ദേഹം പറഞ്ഞു, ഇതെല്ലാം എനിക്കറിയാം, പിന്നെ എന്തിനാണ് അങ്ങ് എൻ്റെ അടുത്ത് വന്നത്? എനിക്ക് ഇത് പുസ്തകത്തിലെ അറിവ് മാത്രമാണുള്ളത്, എനിക്ക് ആത്മജ്ഞാനമില്ല. നമ്മൾ ആലോചിച്ച്, പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ വിദ്യയും കൈവശമുള്ള ഒരാൾ ആത്മജ്ഞാനമില്ലാത്തത് കൊണ്ട് അത് തേടി ഒരു ഗുരുവിൻ്റെ അടുത്ത് വന്നിരിക്കുകയാണ്. അദ്ദേഹത്തിന് ഒന്നും കുറവുണ്ടായിരുന്നില്ല, ആത്മജ്ഞാനത്തിൻ്റെ കുറവുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ആലോചിച്ച് നോക്കുക, ഇത്രയും കഴിവുകളുണ്ടായിട്ട് ആത്മജ്ഞാനവും കൂടെ സനത് കുമാരൻ്റെ അടുത്തുനിന്ന് സിദ്ധിച്ച നാരദൻ്റെ മഹത്വം എത്രയാണ് എന്ന് നമ്മൾ ആലോചിച്ച് നോക്കുക. അദ്ദേഹം നിസ്സാരനായ ആളല്ല, അദ്ദേഹം പരിഹസിക്കപ്പെടേണ്ട ആളല്ല. മഹാഭാരതത്തിൽ നിർണായകമായ ഘട്ടങ്ങളിലെല്ലാം നാരദൻ്റെ ഒരു സ്പർശമുണ്ട്. എന്തുകൊണ്ടാണ് നാരദൻ അവിടെയൊക്കെ കൈകടത്തുന്നത് എന്നുള്ളത് നമ്മൾ നോക്കണം. ധർമാധർമ്മ സംഘർഷങ്ങളിൽ ധർമ്മം പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടി ഓരോ കാലഘട്ടത്തിൽ ഓരോ ഉപകരണങ്ങളുണ്ടാവും. മഹാഭാരത യുദ്ധം അങ്ങനെ ധർമാധർമ്മങ്ങൾ വേർതിരിച്ച ഒരു സംഗ്രാമമായിരുന്നു, ഒരു മഹായുദ്ധമായിരുന്നു. അവിടെ 2 ചേരികൾ നിൽക്കുന്നിടത്ത് ധർമ്മപക്ഷത്ത് പാണ്ഡവരുണ്ടായിരുന്നു. അപ്പോൾ അന്ന് ആ കാലഘട്ടത്തിലെ ധർമ്മത്തിൻ്റെ ഉപകരണം എന്നുള്ളത് പാണ്ഡവരായിരുന്നു. ആ പാണ്ഡവ പക്ഷത്ത് ധർമ്മം പുലർന്നു കാണാനുള്ള ഉപകരണം പാണ്ഡവരായതുകൊണ്ട് പാണ്ഡവരുടെ ജയപരാജയങ്ങൾ ഈ ധർമ്മത്തെയും ബാധിക്കുമെന്നുള്ളത് കൊണ്ട് അന്നുണ്ടായിരുന്ന ശ്രീകൃഷ്ണനും കൃഷ്ണദ്വൈപായനും അതുപോലെ മാർക്കണ്ഡേയനും നാരദനുമൊക്കെ ഇവരെ വിടാതെ പിടികൂടിയിരുന്നു. കാരണം ആ കാലഘട്ടത്തിൽ ഈ ധർമ്മം പുലരുന്നതിന് വേണ്ടി
മുന്നിൽ നിർത്താൻ പോകുന്ന യോദ്ധാക്കൾ ഇവരായിരുന്നു എന്ന് നാം തിരിച്ചറിവില്ലെന്നാണ്. അവിടെ അതിനുവേണ്ടി പോകുമ്പോൾ ഉണ്ടാകുന്ന ശൈഥില്യങ്ങൾ ഈ ധർമ്മസ്ഥാപനത്തിനെ ബാധിക്കുമെന്നുള്ളത് അവർക്ക് ഉത്തമ ബോധ്യമുണ്ടായിരുന്നു. ഒരു വലിയ ക്രൈസിസ് വരുമ്പോൾ അവർക്ക് സൊല്യൂഷനും ഉണ്ടായിരുന്നു. വിരാട രാജ്യത്തിൽ വന്ന് പാഞ്ചാലി അർജുനൻ സ്വയംവരത്തിലൂടെ പാഞ്ചാലിയെ നേടിക്കഴിഞ്ഞ് നമുക്കറിയാം. ഞാൻ കഥയിലേക്കൊന്നും പോകുന്നില്ല. 5 പേർ പാഞ്ചാലിയുടെ ഭർത്താക്കന്മാരായി. പ്രപഞ്ചത്തിൽ വലിയ ഒരു ക്രൈസിസ് ആണ് ഒരു കുടുംബത്തിൽ. അങ്ങനെ വന്നാൽ എന്തായിരിക്കുമെന്ന് നമ്മൾ ആലോചിച്ച് നോക്കുക. ആ കുടുംബത്തിലേക്ക് നാരദൻ വന്നു. എന്നിട്ട് പറഞ്ഞു, there should be some system. ഈ കുടുംബ ബന്ധങ്ങൾ സ്ഥായിയായി നിൽക്കുന്നതിന് വേണ്ടി ചില സിസ്റ്റം ഉണ്ടാകണം. അതുകൊണ്ട് അന്തഃപുര വ്യവസ്ഥ അവിടെ ഇവർക്ക് പറഞ്ഞു കൊടുത്തത് വിവാഹം കഴിക്കാത്ത ഈ നാരദ മുനിയായിരുന്നു എന്ന് നമ്മൾ ആലോചിക്കുക. അല്ലെങ്കിൽ അവിടെ കൊണ്ട് കുടുംബം ശൈഥില്യമാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അദ്ദേഹം അവർക്ക് പറഞ്ഞു കൊടുക്കുന്ന എന്താണ്? ഈ പാണ്ഡവർ ഒരുമിച്ച് നിൽക്കണം. സുന്ദോപസുന്ദന്മാരുടെ കഥ പറഞ്ഞു ഒരു സ്ത്രീയുടെ പേരിൽ കലഹിച്ച് മരിച്ച ആളുകളുണ്ട്. നിങ്ങൾ ധർമ്മത്തിന് വേണ്ടി നിൽക്കേണ്ടവരാണ്. അങ്ങനെ വിഘടിച്ച് വേർപിരിയേണ്ടവരല്ല, ഒരുമിച്ച് നിൽക്കേണ്ടവരാണ്. ഒരുമിച്ച് നിൽക്കാൻ നിങ്ങൾ ഈ സഹോദരന്മാർ തമ്മിൽ സംഘർഷമില്ലാതിരിക്കാൻ വേണ്ടി, ഒരു സ്ത്രീയുടെ പേരിൽ സംഘർഷമില്ലാതിരിക്കുന്നതിന് വേണ്ടി ഒരു സിസ്റ്റം ഉണ്ടാകണമെന്ന് പറഞ്ഞ് ആ സിസ്റ്റം ഉണ്ടാക്കിയത് ഇദ്ദേഹമാണ്, നാരദനാണ്. നമ്മൾ എത്ര പേർക്ക് ആ ഒരു കാര്യത്തെ കുറിച്ചിട്ടറിയാം? ഒരു കുടുംബ വ്യവസ്ഥ ചെയ്തു എന്നുള്ളതാണ്. അതോടുകൂടി ഒരു രാജ്യത്തിൻ്റെ ഗതിവിഗതികളെ നിയന്ത്രിക്കുന്ന ഒരു വലിയ തീരുമാനമാണ് അദ്ദേഹം എടുത്തത്. വാൽമീകി രാമായണത്തിൽ വാൽമീകി 15 ഉത്തമ ഗുണങ്ങളുള്ള ഒരാളുണ്ടോ എന്ന് നാരദരോട് ചോദിക്കുകയാണ്. അദ്ദേഹം വളരെ കൃത്യമായ ഗുണങ്ങളും പറഞ്ഞു. 15 ഗുണങ്ങൾ. നാരദര് പറഞ്ഞു, 4 ഇരട്ടി ഗുണമുള്ള ഒരാൾ കോസല രാജ്യത്തിലുണ്ട്, ശ്രീരാമൻ. അങ്ങനെയാണ് രാമനെ പ്രധാന കഥാപാത്രമാക്കിക്കൊണ്ട് രാമായണം വാൽമീകി ഉണ്ടാക്കുന്നത്. ഈ 60ഓളം ഗുണങ്ങൾ ചേർന്ന ഒരു രാജകുമാരനെ മനസ്സിലാക്കാനും കൃത്യമായി മനസ്സിൽ കൊണ്ടു നടക്കാനും അത് പ്രയോജനപ്പെടുത്താവുന്ന ഒരാളെടുത്ത് ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും പറ്റുന്ന ആ ഒരു ക്രാന്തദർശിത്വം നമ്മൾ ആലോചിച്ച് നോക്കുക. അദ്ദേഹത്തിൻ്റെ എത്രയോ അഗാധമായ അറിവാണ് ആളുകളെ കുറിച്ചുള്ളത് എന്ന് നമ്മൾ ആലോചിക്കുക. അതുപോലെ ഇന്ദ്രപ്രസ്ഥത്തിൽ ധർമ്മപുത്രർ രാജാവായി വാഴുന്ന സമയത്ത് അദ്ദേഹം വന്നിട്ട് രാജാവ് എങ്ങനെ പെരുമാറണം, പ്രജകളോട് എങ്ങനെ പെരുമാറണം, എങ്ങനെയാണ് ടാക്സേഷൻ നടത്തേണ്ടത്, നമ്മൾ മഹാഭാരതം വായിച്ചാൽ അറിയാം. ഇവിടെ വന്നിട്ട് അദ്ദേഹം അതിൻ്റെ കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. എങ്ങനെയാണ് രാജഭരണം നടത്തേണ്ടത്, എങ്ങനെയാണ് കൃഷി നടത്തേണ്ടത്, കൃഷിക്കാരോട് എങ്ങനെ പെരുമാറണം, കൃഷിക്കാർക്ക് യാതൊരു ഭയഭീതിയും കൂടാതെ കാർഷിക രംഗത്ത് പ്രവർത്തിക്കാനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കണം. അദ്ദേഹം ചോദിക്കുന്ന ഒരു ചോദ്യം, നിന്റെ പട്ടാളക്കാരിൽ വിശേഷ ഗുണമുള്ള ആളുകൾക്ക് നീ പ്രത്യേകം സമ്മാനങ്ങൾ കൊടുക്കാറുണ്ടോ എന്ന് വെച്ചാൽ അഡീഷണൽ ആയിട്ടുള്ള ബോണസ് കൊടുക്കാറുണ്ടോ? ആധുനിക കാലഘട്ടത്തിൽ ഇന്ന് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും അദ്ദേഹം അവിടെ ഈ ധർമ്മപുത്രരോട് ചോദിച്ചു. ജൂറിസ്പ്രുഡൻസിന്റെ ഏറ്റവും പരമമായ ചില കാര്യങ്ങൾ ഈ ധർമ്മപുത്രരെ അദ്ദേഹം പഠിപ്പിച്ചു. അങ്ങനെ ഉടനീളം ഈ മഹാഭാരതത്തിൽ മാത്രമല്ല, എത്രയോ നമ്മുടെ പുരാണ ഇതിഹാസങ്ങളിലും അതുപോലെ വേദങ്ങളിലും ഇങ്ങനെ വരുന്നിടത്തെല്ലാം ഈ നാരദൻ വരുന്നിടത്തൊക്കെ നാരദന്റെ ഒരു സ്റ്റാമ്പ് നമുക്ക് കാണാൻ സാധിക്കും. നമ്മൾ നാരദനെ മനസ്സിലാക്കിയില്ല എന്നുണ്ടെങ്കിൽ അത് നാരദന്റെ കുറവൊന്നുമല്ല,
നമ്മുടെ എവിടെയൊക്കെയോ നമ്മുടെ ഒരു ഇംപെർഫെക്റ്റ് ഇന്റലിജൻസ് ആണ് അതിന്റെ പ്രശ്നം. നമുക്ക് നാരദനെ മനസ്സിലാക്കുന്നതിൽ നമ്മൾ പരാജയപ്പെടുന്നുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കുക, നാരദൻ ഈസ് നോട്ട് അറ്റ് റോങ്. നമുക്കാണ് മനസ്സിലാകാത്തത് അദ്ദേഹത്തിനെ പറ്റിയിട്ട്. അപ്പോൾ നമ്മൾ അദ്ദേഹത്തെ മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോഴാണ് അദ്ദേഹത്തിന്റെ വലിപ്പം നമ്മൾ കൂടുതൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഞാൻ കൂടുതൽ ആ വിഷയത്തിലേക്ക് ഇപ്പോൾ കടക്കുന്നില്ല. കൂടുതൽ ഇവിടെ സംസാരിക്കാനുള്ള ആളുകളുണ്ട്. നാരദനെ കുറിച്ച് എത്ര വേണമെങ്കിലും സംസാരിക്കാവുന്ന ഒരു വിഷയമാണ്. ഈ നാരദ ജയന്തി എന്ന് കേൾക്കുമ്പോൾ മുഖം ചുളിക്കേണ്ട, നെറ്റി ചുളിക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതെങ്കിലും മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ ഇത്രയും പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. അത് ഈ കാലഘട്ടത്തിൽ നമുക്ക് മാതൃകയാക്കാവുന്ന ഒരു പത്രപ്രവർത്തനം. നമ്മൾ ആലോചിച്ച് നോക്കുക, ഈ അടുപ്പ് കൂട്ടി ചർച്ചകളുടെ കൂട്ടത്തിൽ തീയും പുകയുമല്ലാതെ വെളിച്ചം വിതറുന്ന ഏത് ചർച്ചകളുണ്ട്? നാരദൻ ഇടപെട്ട എല്ലാ ചർച്ചകളിലും വെളിച്ചം വിതറിയിട്ടുള്ള ചർച്ചകളാണ്. അതിനെല്ലാം പരിസമാപ്തിയുണ്ട്. അതെല്ലാം ധർമ്മത്തിന്റെ പാതയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ചർച്ചകളായിരുന്നു. മാധ്യമരംഗത്ത് ഇന്ന് പ്രവർത്തിക്കുന്ന ആളുകൾ ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ നമ്മുടെ ചർച്ചകൾ, നമ്മൾ വൈകുന്നേരങ്ങളിൽ ഈ ചാനൽ ചർച്ചകളിൽ പല പത്രപ്രവർത്തകർ ഇവിടെ ഉണ്ട്, ഞാൻ ഉൾപ്പെടെ പത്രപ്രവർത്തകരാണ്, എനിക്കറിയാം. അവിടെ ആളുകളെ ആക്രമിക്കുകയാണോ എന്ന് തോന്നും. ആങ്കറിങ് നടത്തുന്ന ആളുകൾ ഒരു ചാട്ടവാറ് കൂടി ഇവരുടെ കയ്യിലുണ്ടോ എന്ന് നമുക്ക് സംശയം തോന്നാവുന്ന തരത്തിലാണ് അവർ ആളുകളോട് പെരുമാറുന്നതും സംസാരിക്കുന്നതും. ആരോടാണ് അവർ ഈ ദേഷ്യപ്പെടുന്നത്? ആരോടാണ് അവർ കയർക്കുന്നത്? ഏത് വിഷയത്തിൽ എന്ത് ഒരു തീരുമാനമെടുക്കാൻ വേണ്ടിയിട്ടാണ് അവർ ഇത്തരത്തിൽ അലറുന്നത്, ഒച്ചയുണ്ടാക്കുന്നത്, അന്തരീക്ഷം കലുഷിതമാക്കുന്നത്? നാരദൻ അവർക്കൊരു വലിയ പാഠപുസ്തകമാണ്. ആ പാഠപുസ്തകത്തിൽ നിന്ന്, അനുഭവങ്ങളിൽ നിന്ന് പഠിക്കാൻ തയ്യാറുണ്ടെങ്കിൽ നമുക്ക് നല്ല പത്രപ്രവർത്തകരാകാം, നല്ല സംഭാഷണം ചെയ്യുന്ന ആളുകളാകാം, നല്ല ധർമ്മിഷ്ഠരാകാം, നല്ല വ്യക്തികളാകാം. നല്ല വ്യക്തികളെ കൂടെ നല്ല സമൂഹവും നല്ല സമാജവും നല്ല രാഷ്ട്രവും കെട്ടിപ്പടുക്കാൻ ഈ നാരദന്റെ വഴി നമുക്ക് സഹായകമാകും എന്നത് തീർച്ചയാണ്. ഈ മാധ്യമ പുരസ്കാര വേളയിൽ നാരദനെ സ്മരിച്ചുകൊണ്ട് ഇതിൽ നിന്ന് ഇവിടെ പുതിയതായി അവാർഡ് വാങ്ങിക്കുന്ന ആളുകൾക്ക് അവരുടെ പ്രവർത്തന മേഖലകളിൽ കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്താൻ അവർക്ക് കഴിയട്ടെ, കൂടുതൽ പ്രകാശം ചൊരിയാൻ അവർക്ക് കഴിയട്ടെ എന്ന് ഈ ജഗദീശ്വരനോട് പ്രാർത്ഥിക്കുന്നു. അവർക്ക് എല്ലാ നന്മകളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആഗ്രഹിക്കുന്നു. ഇവിടെ പങ്കെടുത്ത എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഈ വലിയ സമ്മേളനം, ഈ ദേശബന്ധു പുരസ്കാര സമ്മേളനം, ശങ്കുണ്ണിപ്പിള്ളയുടെ പേരിൽ, അദ്ദേഹത്തെ വ്യക്തിപരമായി എനിക്ക് അറിയില്ല, പക്ഷെ ഞാൻ മനസ്സിലാക്കിയത്തോളം കോട്ടയം നഗരം നിറഞ്ഞു നിന്ന, അവിടെ നിന്ന് ഈ കേരളം മുഴുവൻ വ്യാപിച്ച ഒരു വ്യവസായ സാമ്രാജ്യത്തിൻ്റെയും മാധ്യമ സ്ഥാപനത്തിൻ്റെയും ഒക്കെ വലിയ അമരത്തുണ്ടായിരുന്ന, പലതിനും ഒരു പയനിയർ എന്ന് പറയാവുന്ന ഒരു വലിയ ആളായിരുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഞാൻ എൻ്റെയൊക്കെ ചെറുപ്പകാലത്ത് പത്രങ്ങളുടെ ഏറ്റവും ചെറിയ ഭാഗത്ത് പണ്ട് നായിഡു എന്ന് പറഞ്ഞ ഒരു ബിസിനസ്സുകാരൻ്റെ ഒരു പരസ്യം വരാറുണ്ട്. ഇപ്പൊ അദ്ദേഹത്തിന്റെ ബിസിനസ് ഉണ്ടോ എന്ന് എനിക്ക് അത്ര കൃത്യമായിട്ട് അറിയില്ല. അദ്ദേഹം അതിൽ പറയാറുണ്ട്, ലേൺ ഫോർ 25 years, earn for 25 years, spend whatever you learned and earn for another 25 years എന്നൊരു പരസ്യം അദ്ദേഹത്തിന്റെ ഈ ബിസിനസിന്റെ ആ പരസ്യത്തിൽ കാണാറുണ്ടായിരുന്നു. ഈ ഒരു സ്ട്രിപ്പ് പോലെ ഇങ്ങനെ അന്നത്തെ മലയാള പത്രങ്ങളുടെയൊക്കെ അടിയിൽ ഇങ്ങനെ നീണ്ടു നിവർന്ന ഒരു, ഇപ്പോഴും എൻ്റെ മനസ്സിൽ ഉണ്ട്. അങ്ങനെ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ വാട്ട് എവർ ഹി ഏൺഡ് ആൻഡ് ലേൺ ഹി സ്പെൻഡ് ഫോർ ദ എൻറ്റയർ ഹ്യൂമാനിറ്റി. അദ്ദേഹത്തിന്റെ മുന്നിലും എൻ്റെ ശിരസ് നമിച്ചുകൊണ്ട് ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്തതായിട്ട് പ്രഖ്യാപിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.